ഫസ്റ്റ് 1001 പ്ലാന്റിൽ ഫസ്റ്റ് ഇതേക്കാരം കൊടുക്കട്ടോ. ഒന്നാമത്തെ നറുക്കെടുക്കുമ്പോൾ ഇതേക്കാരം. രാവിലെ പല്ലൊരുക്കാൻ പറഞ്ഞാൽ ഒരില തൊള്ളി കിട്ടാൻ മതി കേട്ടോ. 300 രൂപ ഒരില തൊള്ളി ഇട്ടാൽ മതി. പിന്നെ ആ വാസന ഒന്നും ഉണ്ടാവില്ല. കേട്ടോ നമ്മളെ പുതിന 300. ഇത്തവണ 300 കുറെ ഐറ്റംസ് ഉണ്ട്. അതിൽ ഓരോ നമുക്ക് പരിചയപ്പെടുത്തതിൽ 300 പ്രത്യേകത എന്താ വെച്ചാൽ നമ്മള് പുതിന അപ്പോൾ ഇങ്ങനെ വെക്കട്ടോ. ചെരിച്ചാണല്ലോ വെക്കുന്ന ആയിന്ന് പടർന്ന് പിടിച്ച് ലേശം സാധാ നമ്മളെ മണ്ണ് ചരൽ മണ്ണ് നല്ല ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് മേലെ വാളും മണ്ണിട്ട് ഇതാക്കിയാൽ അതിലും പടർന്ന് ബുഷായി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കാൻ നുള്ളി എടുക്കുക. ഓക്കെ, ഇതല്ലാത്ത വേറൊരു വെറൈറ്റി കൂടി പുതിന. പിന്നെ ഗൾഫ് പുതിന വേറുണ്ട്. അതെങ്ങനെ വരുന്നത്? ഗൾഫ് പുതിന എന്താ വെച്ചാൽ എങ്ങനെയാലും പോകൂല, അതാണ് ഇത്. അത് വേറെ ഒരു അടിപൊളി സ്മെല്ലാണ്. മറ്റേ നമ്മള് സാധാരണ രണ്ടും 300 കേട്ടോ. അതേമാതിരി റോസ്മേരി. അപ്പൊ റോസ്മേരി നമ്മൾ എങ്ങനെ കാട്ടണം വെച്ചാൽ റോസ്മേരി തന്നെ നമ്മളിപ്പോ ഇതിന്ന് ഇങ്ങനെ ഇതിന്റെ പകുതി മണ്ണ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. പകുതി ഒഴിവാക്കണല്ലോ. എന്നിട്ട് നമ്മൾ ചരലും മണ്ണിട്ടത് വെള്ളം കെട്ടിക്കാത്ത ചരലും മണ്ണിട്ട് മിക്സ് ചെയ്ത മണ്ണിൽ നേരെ വെക്കുക. അങ്ങനെയാണ് വെക്കേണ്ടത്. റോസ്മേരി അധികം ആൾക്കാരും പിടിക്കണം ഞാൻ പറയാം. അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ കട്ടോടക്കനെ കൊണ്ടുവയ്ക്കരുത്. ഇതിന് നമ്മൾ കവർ കീറുന്നതോട് കൂടി ഇതിന് പകുതി മണ്ണ് ഒഴിവാക്കുക. എന്നിട്ട് നമ്മളിവിടെ ആദ്യം നല്ല മണ്ണ് മിക്സ് ചെയ്ത വളക്കെട്ട മണ്ണ് ഒരാഴ്ച മുന്നേ മിക്സ് ചെയ്ത മണ്ണായിരിക്കണം. എന്നിട്ട് അയക്ക് സെറ്റ് ചെയ്യണം. അപ്പം തന്നെ സെറ്റ് വളരെടുക്കാൻ സെറ്റ് ചെയ്യരുത്. ഇത് 300. നമ്മൾ ഇതൊന്നും പാക്കല്ല. നമ്മൾ മലപ്പുറം ജില്ല ചട്ടിപ്പറമ്പ് അങ്ങാടി, അതായത് കന്നുകാലിച്ചന്തേൻ്റെ ആകെ 400 മീറ്റർ കന്നുകാലിച്ചന്തേൻ്റെ ആണ് കേട്ടോ. ഓഫർ തുടങ്ങണുണ്ടോ, അടിപൊളി ഓഫർ തുടർത്തുകൊണ്ട് നിൽക്കണേ. 3 പപ്പായ 100 രൂപയ്ക്ക്. ഇത് ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ റെല്ലടി വേണമെങ്കിൽ റെല്ലടി എടുക്കുക. രണ്ടും 300. ബാംഗ്ലൂരിൽ നിന്ന് മെച്ചെന്ന് വെച്ചാൽ ഒന്നും കൂടി ലൈഫ് ടൈം കിട്ടുക. കാരണം ഇത് സാധാ റെല്ലടി ഒരു 1.5 കൊല്ലം പോകുമ്പോൾ ഇത് 2 കൊല്ലം അങ്ങനെ കാഴ്ചക്കൊണ്ടേയിരിക്കും. പിന്നെ പപ്പായൊക്കെ 2 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത പിന്നെ വിത്ത് വേറെ ഇടണം കേട്ടോ. 2 കൊല്ലം ടൈം ഉണ്ടാവുള്ളൂ. മുരിങ്ങ 300. തൈ ഇട്ടാണ്, സീഡ് ഇട്ടാണ്. കായ്ക്കാൻ കുറച്ച് ടൈം 1.5 കൊല്ലം ഒക്കെ ആവും. ഹൈബ്രിഡ് വേണമെങ്കിൽ അതും നമ്മൾ ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ആകുമ്പോൾ 500 തൈ മാത്രം. പക്ഷേ ഗ്രാഫ്റ്റ് അത് 40 ദിവസം റിസൾട്ടാണ്. ഇത് അങ്ങനത്തെ 360 ദിവസം റിസൾട്ട് അല്ല, ഒരു കൊല്ലം, അതായത് 1.5 കൊല്ലം കഴിയണം. ഇത് ലെമൺ ഗ്രാസ് കേട്ടോ. ഇത് നമുക്ക് പ്രത്യേകത വെച്ചാൽ ഒരു ആവി പിടിക്കാൻ മാത്രമല്ല, നമുക്ക് ഒരു ചുക്കാപ്പി ഉണ്ടാക്കുമ്പോഴൊക്കെ 2 ഇല അധികം ഇട്ടാൽ കട്ടൻ ചായക്കൊക്കെ ഇട്ടാൽ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ വേറെ. അതായത് നീരൊക്കെ ഒഴിവായി പോകുന്ന സാധനമാണ് ലെമൺ ഗ്രാസ്. 100 രൂപയ്ക്ക്. ഹൈബ്രിഡ് കറി ഇപ്പം 100. 20 രൂപയ്ക്ക് നാടൻ ചാമ്പ. 20 രൂപ ഒന്നിന്. നമ്മളെ പഴയ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന സെയിം വെറൈറ്റി. പ്രാവശ്യം വന്ന മുന്തിരി കായല്ല, നല്ലതുണ്ട്. 300 തന്നെ കേട്ടോ. കായുള്ള ഇല്ല, കിട്ടിയില്ല. കായ ഒരു 1.5 മാസം നോക്കിയാൽ കായാവും. 300 കേട്ടോ. റോസ് 300 അല്ലേ? 300. ഈ ഒരു കവർ സൈസ് ആണ്. കവർ സൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണൊന്ന് ഇളക്കി വെക്കല്ലേ നല്ലത്. റോസിനെ മാത്രമല്ല, നമ്മൾ പൂ കഴിഞ്ഞോട് തല കട്ട് ചെയ്യും വേണം. അതിന്റെ പുറത്ത് DAP ഇട്ടെടുക്കും വേണം. ചെയ്യണം. അതായത് വലുത് ഇങ്ങനെ പിടിച്ച് നിൽക്കും വേണ്ട. നമുക്ക് 2.150. നല്ല പല കളറുണ്ട്, അടിപൊളി കളർ. അവിടെ കഥാ 2.150 പല കളറുകളുണ്ട് കേട്ടോ. എത്തിയത് 2.150. പിന്നെ നമ്മൾ ആവി പിടിച്ചാൽ വിക്സ് തുളസി 300. രാവിലെ പല്ലൊരുക്കാൻ പറഞ്ഞാൽ ഒരില തൊള്ളി കിട്ടാൻ മതി കേട്ടോ. 300 രൂപ ഒരില തൊള്ളി ഇട്ടാൽ മതി. പിന്നെ ആ വാസന ഒന്നും ഉണ്ടാവില്ല. ഇതാണ് MD2. അത്യാവശ്യം ഇപ്പൊ നല്ല എൻക്വയറി വരുന്നതാണ്. നമ്മളിപ്പോ ഫിലിപ്പീന്, തായ്ലാൻഡ് അതായത് നല്ല തോതിൽ കൃഷി നടക്കുന്ന സാധനമാണ്. ഫംഗസും കാര്യമൊന്നും ഇല്ല. അതേമാതിരി മാത്രമല്ല, കച്ചവടക്കാർക്ക് പൊട്ടിച്ച് വെച്ചാൽ 1 മാസം ഇരിക്കും ചെയ്യും. അതുകൊണ്ട് തന്നെ വിൽക്കാനും തന്നെ സാവധാനം അങ്ങനെ വിറ്റാൽ മതി. നല്ല മധുരമാണ്. എങ്ങനെ റേറ്റ്? ഇത് 200 രൂപ. തോനെടുക്കണവർക്ക് കുറയും. ഇതിപ്പോ ഇങ്ങനെ ഒരു പീസ് 200 രൂപ. ലോകത്തില് ഏറ്റവും ടോപ്പ് കുറുക്കുമിയുള്ള മഞ്ഞൾ ലക്കഡോവ് എന്ന് പറയും. പക്ഷെ എന്താ വെച്ചാൽ ലോകത്തിൽ വേൾഡില് നമ്പർ 1 മഞ്ഞളായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പം പുതിയ ഇറങ്ങിയിട്ടുള്ളൂ. 400 രൂപയാണ് ഇപ്പോൾ. പിന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യക്കാർക്കൊക്കെ വെക്കതെന്താ വെച്ചാൽ കുർക്കുമിൻ കൂടിയത് സാധ്യയിലൊക്കെ 3% അതിൻ്റെ 10, അതായത് 10 എത്തിയോളം അങ്ങനെ ഉണ്ട്. 13ന്റെ മുകളിൽ റെയിൻബോ കരിമ്പ് 100 രൂപ. അതേമാതിരി തന്നെ ശങ്കരിമ്പ് ഉണ്ടാവും 100 രൂപ തന്നെ. അടിപൊളി ടിഷ്യൂ ആയ തിന്നിട്ടോ. ഇഷ്ടം പോലെ സാധനം ഉണ്ട്. 1000, 2000 സാധനം ഉണ്ട്. മഞ്ഞ റോബസ്റ്റ് ഉണ്ട്, പച്ച റോബസ്റ്റ് ഉണ്ട് കേട്ടോ. 30 രൂപയുള്ളൂ. 30 രൂപ. അതേമാതിരി പച്ചക്കറി തൈകളെല്ലാം മുളക് 2 ഐറ്റം, 3 ഐറ്റം, തക്കാളി 2 ഐറ്റം, അതേപോലെ വൈദന 4 ഐറ്റം ഒക്കെ 3 രൂപ. അതിൽ മല്ലിക മാത്രം 5 രൂപ കേട്ടോ. മല്ലിക എന്താ വെച്ചാൽ വിലയാണ്, ആദ്യ വിലയാണ്. മല്ലിക നല്ല ഉണ്ടാവും. മഞ്ഞയിലും ഉണ്ട്, ചുവപ്പിലും ഉണ്ട്, രണ്ടും ഉണ്ട്. 5 രൂപ. തട്ടുമുല്ല 4 100 രൂപയ്ക്ക്. 4 മുല്ല 100 രൂപ കൊടുക്കുന്നുണ്ട്. ഒരാളും കൊടുക്കാത്ത ഓഫർ. 4 100. പിന്നെ നമ്മൾ അനാറ്, അടിപൊളി അനാറ് 100 രൂപയ്ക്ക്. ഇത് അടിപൊളി അനാറെന്ന് പറഞ്ഞാൽ പുഷും ചെടിയൊക്കെ നിർത്താൻ അല്ല അനാറ് പറയുമ്പോൾ പകുവാണ്. 500 രൂപേൻ്റെ വലിയ എണ്ണേറ്റി, അടിപൊളി എണ്ണേറ്റിയാള് 500ന്റെ നല്ല സാധനം, നല്ല ഉയരമുള്ള നല്ല സാധനം 500 രൂപയ്ക്ക്. ഏതെങ്കിലും ആൾക്കാർ നമ്മളിപ്പോൾ ഈ വാങ്ങിയ നമ്പർ എഴുതിയിടാൻ മറന്നുകൊണ്ടെങ്കിൽ ഒന്നുകൂടി വാട്സപ്പിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ ഈ ഓഫർ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. ബില്ലുള്ള ബില്ല് സെൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയൊക്കെ വാങ്ങിയെന്നുള്ള ഇട്ടില്ല എന്നുള്ള അങ്ങനെ സംഭവം അറിയാത്തവരുണ്ടെങ്കിൽ. അതേമാതിരി നമ്മളെ വീഡിയോയിൽ ചങ്ങായി എപ്പോഴും പറയുന്നുണ്ട്, നമ്മളെ വീഡിയോയിൽ
എന്താണ് ഒരു കാലാപ്പാടി ഒരു മാറി എന്നുള്ളത് ആ മാറി അറിഞ്ഞിക്കാണ്ട് എന്ത് ഓൻ പകരം നമുക്ക് സാധനം തരണം. അതല്ലാതെ പിന്നെ അത് വെറുതെ മാറ്റി കൊടുക്കാൻ പറ്റൂല. ഓൻ പകരയുടെ കൈക്ക് പിടിച്ചാണ്ട് ആ സാധനം പിടിച്ചാണ്ട് കാലാപ്പാടി ഓൻ കണ്ട ബുഷല്ല എന്ന് കണ്ട് ഓൻ എങ്ങനെ അറിയാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീഡിയോ പറയുമ്പോൾ ചിലപ്പോ ഇപ്പൊ ഈ കാലാപ്പാടി തന്നെ എടുത്താലേ ഈ കാലാപ്പാടിനെ ഇപ്പൊ നമ്മൾ കാട്ടിയാൽ ചിലപ്പോൾ ഇത് ചിലപ്പോൾ ആ ടൈമിൽ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ വേറെ ഫോട്ടോ ഇട്ടിട്ട് പറ്റുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ എത്തി അറക്കടിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഇറക്കിയാലും കുഴപ്പമില്ല, ആണ് വണ്ടി കിട്ടിച്ചാളി എന്ന് പറയാം. അതായത് നമ്മള് ഡെലിവറി കൊടുക്കുമ്പോ അഥവാ അവരെ കയ്യിൽ വരെ എത്തിയിട്ട് റിട്ടേൺ ചെയ്യാം. സാധനം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ വണ്ടിക്കാൻ വെച്ചാൽ അവിടെ ഇറക്കി വെക്കണ്ട ചെയ്യും. അവിടെ ഇറക്കി വെച്ചുകാണ്ട് അവിടെ ഇരുന്നുകാണ്ട് ചിലപ്പോൾ ഒരു മാസം നനക്കാതെ ഇന്ന് ഉണക്കിയാൽ നമ്മൾ ഒരു മാറ്റം കൊടുക്കില്ല. ഒരു ഉറുപ്പിനെ ഒരു കണ്ണുചോര ഉണ്ടാവില്ല ആ പരിപാടി. കാരണം നനക്കാതെ ആ സാധനം ഉണക്കില്ലേ, ആ ജീവൻ കളയല്ലേ. ആ സ്ഥാനത്ത് ഓർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ വണ്ടിക്ക് മാറ്റാം. വേണ്ടാറിഞ്ഞ് അതും ഇങ്ങനെ അഥവാ ഒലിപ്പിടം അവിടെ വാങ്ങി ഇറക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, ഉണക്കാതെ നനച്ചു കൊടുക്കുക. അടുത്ത പ്രാവശ്യം മാറ്റി തരാൻ അതും നമ്മൾ ചെയ്യും. 1001 പ്ലാനിൽ ഫസ്റ്റ് ഇതേക്കാരം കൊടുക്കട്ടോ. ഒന്നാമത്തെ നറുക്കെടുക്കുമ്പോൾ ഇതേക്കാരം, രണ്ടാമത്തെ നമുക്ക് ബനാന, മൂന്നാമത്തെ വലിയൊരു 4 സീസൺ ലോങ്ങൻ, മൂന്നാമത്തെ. അങ്ങനെ നാലാമത്തെ നമുക്കൊരു പുലാസാന്, അഞ്ചാമത്തെ പ്ലാവ്. അങ്ങനെ ഒരു 5 ഐറ്റം ഇപ്പൊ പറയാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പില് കേട്ടോ. 5 ഐറ്റം പറഞ്ഞു സ്പെഷ്യൽ. അതായത് 1001 പ്ലാന്റില് നമ്മളിപ്പോ അതിൽ 1001 പ്ലാന്റിൽ ഇപ്പൊ മെയിൻ ആയിട്ട് വന്നത് ഇപ്പൊ വലിയ ആ 1ാം നമ്പർ ഇടുക ചക്കോപ്പാത്ത്. അങ്ങനെ 8 സ്റ്റെപ്പ് ആയിട്ട് പോകുന്ന 5 എത്തി. നമുക്ക് നെക്സ്റ്റ് ട്രിപ്പില് ബാക്കി പറയാം.